മുളക് ചെടികൾക്കിടയിൽ ഇടവിളയായി കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് ആന്ധ്ര പോലീസ്. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കുർണൂൽ ജില്ലയിലാണ് സംഭവം. ദേഗുലപ്പാട് എന്ന ഗ്രാമം. അവിടെ വലിയ കൃഷി നടക്കുന്ന സ്ഥലമാണ്. ആ ഒരു കൃഷിയിടത്തിൽ ഇടവിളയായിട്ടായിരുന്നു ഈ കഞ്ചാവ് കൃഷി. 18 ഏക്കറോളം വിസ്തൃതിയുള്ള ഒറ്റ പുരയിടമാണ്. അവിടെ വൻപയറുണ്ട്, മുളകുണ്ട്. ഇതിനിടയിൽ 300ഓളം കഞ്ചാവ് ചെടികളും. പോലീസിന്റെയും എക്സൈസിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും സംയുക്ത ഒരു ഓപ്പറേഷൻ, അതിലാണ് ഇത്രമാത്രം വലിയൊരു കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. 300 ചെടികൾക്കൊപ്പം ഏതാണ്ട് അവിടെ നിന്ന് തന്നെ ഉണക്കിയെടുത്ത 5 കിലോയോളം സംസ്കരിച്ച കഞ്ചാവും ഈ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. നാട്ടുകാരും ഈ ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ നാട്ടുകാരിൽ തന്നെയായിരിക്കാം ആ വിവരമെത്തിയത്. ശിവയ്യ എന്ന പേരുള്ള ആളാണ് അവിടെ കൃഷി ചെയ്തിരുന്നത്. ഒരു രഹസ്യ വിവരം ലഭിക്കുകയാണ് എക്സൈസിന്. ഇതേ തുടർന്ന് എക്സൈസും പോലീസും നടത്തിയ ഒരു സംയുക്ത ആലോചനയിലാണ് ഈ പരിശോധന നടത്താൻ തീരുമാനമായത്. എന്നാലും ആന്ധ്രാപ്രദേശിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് വേട്ട തുടരുന്നുണ്ട്. ലഹരി വേട്ട എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാർ എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി കർശന നിർദ്ദേശമാണ് എക്സൈസിനും പോലീസിനും ഉള്ളത്. പോലീസ് ഒരു കാര്യം ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം ലഹരി വ്യാപാരമോ ലഹരി കൃഷിയോ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ കൈമാറണമെന്ന്. ഇതുപോലുള്ള വൻ കഞ്ചാവ് കൃഷിയും അല്ലെങ്കിൽ വൻ കഞ്ചാവ് ശേഖരണവും ഒക്കെ പറഞ്ഞു കൊടുത്താൽ അതിന് കൃത്യമായിട്ടുള്ള സമ്മാനം നൽകുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പു നൽകുന്ന പോലീസ്, ഒരു തരത്തിലും പേര് വിവരങ്ങൾ വെളിപ്പെടുത്തില്ലായിരുന്നു.